അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ദുൽഹിജ്ജ മാസമാണ് വരാൻ പോകുന്നത്. ഒരുപാട് പേർ ഹജ്ജിന് പോവാനുള്ള തയ്യാറെടുപ്പിലാണ്. അവർക്കൊക്കെ നല്ല രീതിയിൽ ഹജ്ജ് ചെയ്തു വരുവാൻ സാധിക്കട്ടെ, ആമീൻ. ഒരുപാട് മഹത്വമേറിയ മാസമാണ് ദുൽഹിജ്ജ. അപ്പോൾ ധാരാളം ഇബാദത്തുകളും നന്മകളും ചെയ്യുക. ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിവസം വളരെയധികം ശ്രേഷ്ഠത നിറഞ്ഞതാണ്. ദുൽഹിജ്ജ 1 മുതൽ 9 വരെയുള്ള നോമ്പ് നോൽക്കൽ ശക്തിയേറിയ സുന്നത്താണ്. ദുൽഹിജ്ജ 1 മുതൽ 9 ദിവസം നോമ്പ് നോറ്റാൽ കിട്ടുന്ന നേട്ടങ്ങൾ പറയാം. ഈ 10 ദിവസങ്ങളിലെ കർമ്മങ്ങളെക്കാൾ അള്ളാഹുവിന് പ്രിയങ്കരമായ മറ്റൊന്നുമില്ല എന്ന് ഇമാം തുർമുദിയുടെ റിപ്പോർട്ടിൽ കാണാം. ദുൽഹിജ്ജ 1 മുതൽ 9 വരെ നോമ്പ് നോൽക്കൽ വളരെ ഉത്തമമാണ്. ദുൽഹിജ്ജ 9-നാണ് അറഫ ദിനം. അറഫ ദിനത്തിലെ നോമ്പ് കഴിഞ്ഞ വർഷത്തിലെയും വരാൻ പോകുന്ന വർഷത്തിലെയും പാപങ്ങൾ പൊറുക്കപ്പെടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ദുൽഹിജ്ജ 1 മുതൽ 9 വരെ നോമ്പ് എടുത്താൽ കിട്ടുന്ന നേട്ടങ്ങൾ: ജീവിതത്തിലുടനീളം ഐശ്വര്യവും ബർക്കത്തും ഉണ്ടാകും. 2. സമ്പാദ്യത്തിൽ ബർക്കത്ത്, സാമ്പത്തികമായ വിഷമങ്ങളെല്ലാം മാറും. വിപത്തുകളിൽ നിന്ന് സംരക്ഷണം ലഭിക്കും. ആപത്ത്, മുസീബത്ത്, പ്രയാസം, വിഷമങ്ങൾ, ബുദ്ധിമുട്ടുകൾ, രോഗങ്ങൾ തുടങ്ങിയവയിൽ നിന്നെല്ലാം സംരക്ഷണം ലഭിക്കും. കഴിഞ്ഞുപോയ അവൻ്റെ ദോഷങ്ങളെല്ലാം അള്ളാഹു പുറത്തു കൊടുക്കും. പ്രവർത്തനങ്ങളുടെ ഗുണഫലം ഇരട്ടിയാകും. ദുർമരണങ്ങളിൽ നിന്ന് സംരക്ഷണം ലഭിക്കുന്നു. പെട്ടെന്നുള്ള അപകട മരണങ്ങളിൽ നിന്നും സംരക്ഷണം ലഭിക്കും. ഖബർ ജീവിതം സന്തോഷകരമാകും. പരലോകത്ത് നന്മകളുടെ തുലാഭാരം വർദ്ധിക്കുന്നു. നരകമോചനം ലഭിക്കുന്നു. സ്വർഗീയ പദവിയിൽ ഉയർച്ചയുണ്ടാവും. ഫർളായ നോമ്പ് ഖളാ ആയിട്ടുണ്ടെങ്കിൽ അതും ഈ നോമ്പിൻ്റെ കൂടെ ഖളാ വീട്ടാം. ഓരോ ദിവസത്തിൻ്റെയും പ്രത്യേകത: ദുൽഹിജ്ജ 1. ആദം നബി അലൈഹിസ്സലാമിന് അള്ളാഹു വിട്ടുവീഴ്ച നൽകിയ ഒരു ദിവസം, അത് ദുൽഹിജ്ജ 1-നായിരുന്നു. യൂനുസ് നബി അലൈഹിസ്സലാമിന് പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുകയും മത്സ്യവയറ്റിൽ നിന്ന് പുറത്തു വരികയും ചെയ്ത ദിവസവും ദുൽഹിജ്ജ 2-നായിരുന്നു. ദുൽഹിജ്ജ 3. സക്കരിയ നബിയുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകപ്പെട്ട ദിനമാണ്. ദുൽഹിജ്ജ 4. ഈസാ നബി അലൈഹിസ്സലാം ജനിച്ചത്. ദുൽഹിജ്ജ 5. മൂസാ നബി അലൈഹിസ്സലാം ജനിച്ചത്. ദുൽഹിജ്ജ 6. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ധാരാളം നന്മയുടെ കവാടം അള്ളാഹു തുറന്നു കൊടുത്ത ദിവസം. ദുൽഹിജ്ജ 7-ാമത്തെ ദിവസം നരകത്തിൻ്റെ കവാടം അടയ്ക്കപ്പെടുന്ന ദിവസമാണ്. ദുൽഹിജ്ജ 10 കഴിയാതെ അത് തുറക്കപ്പെടുകയില്ല. ദുൽഹിജ്ജ 8. ആ നോമ്പനുഷ്ഠിച്ചവർക്ക് ലഭിക്കുന്ന പ്രതിഫലം അള്ളാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ. അത്രയ്ക്കും പ്രതിഫലമുണ്ട്. ദുൽഹിജ്ജ 9. അന്നാണ് അറഫ ദിനം. നോമ്പനുഷ്ഠിക്കൽ ശക്തമായ സുന്നത്തുണ്ട്. ആ ദിവസം നോമ്പ് നോറ്റാൽ മുമ്പുള്ള ഒരു വർഷത്തെയും വരാൻ പോകുന്ന ഒരു വർഷത്തെയും മുഴുവൻ പാവങ്ങളും അള്ളാഹു പുറത്തു തരും, ഇൻഷാ അല്ലാഹ്. എല്ലാവരും നോമ്പ് നോൽക്കുക. റമദാനിലെ നോമ്പ് നഷ്ടപ്പെട്ടവരും ഈ നോമ്പിനോടുകൂടി നിയ്യത്ത് വെച്ച് കരുതുക. അസ്സലാമു അലൈക്കും.